പെട്ടെന്ന് പറയാം നമുക്ക് വാ ഒന്ന് കറങ്ങിയിട്ട് വരാം, എന്നാൽ പിന്നെ വെറുതെ ഇരിക്കുന്നില്ല എന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പെർളശ്ശേരി എത്തുമ്പോഴിതാ നമ്മുടെ കുളത്തിൽ കുറേ കുട്ടികൾ നീന്താൻ പഠിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ദീവട്ടം പറഞ്ഞു അന്ന് നമുക്ക് നീന്തിയിട്ട് തന്നെ കാര്യം. പെട്ടെന്ന് തോർത്തും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ റെഡിയാക്കി. ആശാൻ പിന്നെ ഭയങ്കര ആകാംക്ഷയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്, കാരണം ഞാൻ ഇത്രയും 6 വർഷമായി ദീവട്ടനെ കാണാൻ തുടങ്ങിയിട്ട് 6 വർഷമായിട്ട് ദീവട്ടം ഇതുവരെയായിട്ട് നീന്തണമെന്ന് പോലും ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര ടെൻഷനാണ് എന്താണ് അവസ്ഥ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോഴത്തേക്ക് ഇതാ ദീവട്ടം വെള്ളത്തിലിറങ്ങി. പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെ ഒന്നല്ല കേട്ടോ, ആൾ നീന്താനൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ നല്ലതുപോലെ നീന്തണമെന്നൊക്കെ ഉണ്ട്. അങ്ങനെ അമ്പാടിക്കുട്ടനെ ഇതിൻ്റെ അപ്പുറം ആവേശമാണെങ്കിൽ അമ്പാടിക്കുട്ടനെ വെള്ളത്തിൽ കളിക്കാൻ നീന്താൻ എന്നോടൊക്കെ വെല്ലുവിളിച്ചിട്ടാണ് പോയത്. പക്ഷേ വെല്ലുവിളികൾ മാത്രമായിരുന്നു നമ്മുടെ അമ്പാടിക്കുട്ടനെ നീങ്ങിയത് കേട്ടോ. അത്രയ്ക്ക് സന്തോഷത്തോടെ ഇറങ്ങി പോയത് നീന്താൻ പഠിക്കാന്ന് പറഞ്ഞിട്ട്. നീന്താൻ ഇരുന്നപ്പോഴേക്കും ഇതാ ആശാന് ഭയങ്കര പേടിയായി. കുറേ വട്ടം നോക്കി എങ്ങനെ നിൽക്കണില്ല. ആശാന് ഭയങ്കര പേടിയെന്ന് പറഞ്ഞാൽ പേടിയായി. എനിക്കിത് കാണുമ്പോൾ ചിരിക്കാണോ വേണ്ട എന്താ നല്ല അവസ്ഥ. അങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് ജീവൻ 100 കൊണ്ട് നീന്തിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ തന്നെ വെച്ചവനെ പിന്നെ അവനെ വിളിച്ച്. പക്ഷെ എങ്ങനെയായാലും അവൻ നീങ്ങുന്നില്ല. പക്ഷെ അവൻ വിചാരിച്ചതിനെക്കാട്ടിയും ഭയങ്കര കഠിനമായിരുന്നു എന്നായിരുന്നു അവൻ പറഞ്ഞത്. എനിക്ക് വയ്യ, എനിക്ക് പേടിയാവുന്നു, ഞാനില്ല എന്നൊക്കെയായിരുന്നു അമ്പാടിക്കുട്ടൻ പറഞ്ഞത്. ഇത് നമ്മുടെ ചേട്ടന്മാരൊക്കെ നീന്തണം നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സെറ്റായി. അപ്പോഴത്തേക്കും ദീവട്ടം പറഞ്ഞു 1 റൗണ്ടും കൂടി ഞാൻ നീന്തിയിട്ട് വരാം, ഇങ്ങനെ ചാടട്ടെ എന്നൊക്കെ പറഞ്ഞു. അതാ ഇങ്ങനെ ചാടാണ്. ഭഗവാനെ എന്താ പറയണ്ടേ, നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി ഞാൻ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു ദീവട്ടം നീന്തോന്നൊക്കെ. പക്ഷെ അതിലുപരി നമ്മളെന്താ പറയണ്ടേ, നമ്മളെ തന്നെ ചിന്താഗതി തന്നെ മാറ്റി മറിച്ചു ദീവട്ടം കേട്ടോ. അപ്പോൾ ഓൾറെഡി എന്നോട് പറഞ്ഞു മുന്നേ ഞാൻ ഭയങ്കര നീന്തലാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.